വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് യങ് സെൻറ്റർ ബാക്കുകളിൽ ഒരാളാണ് ഡീൻ ഹോയ്സൺ. ഇപ്പോൾ നമ്മളിന്ന് ഹോയ്സനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നെതർലൻഡ്സ് വേഴ്സസ് സ്പെയിൻ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഹോയ്സന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ 19 വയസ്സുള്ള താരമാണ് എന്നുള്ളതാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഡീൻ ഹോയ്സൺ, ഈ ഒരു പേര് ഇത് ഡച്ച് നെയിമാണ്. അപ്പോൾ ആളുടെ ഫാമിലി, ഫാദർ ഒരു ഫുട്ബോളർ ആയിരുന്നു, അവരെല്ലാവരും ഡച്ചുകാരാണ്. അപ്പോൾ നെതർലൻഡ്സിലാണ് ആൾ ജനിച്ചത്. അതിനുശേഷം 5 വയസ്സുള്ളപ്പോൾ ഫാമിലിയൊക്കെ സ്പെയിനിലേക്ക് ചേക്കേറി. അപ്പോൾ അതിനുശേഷം പിന്നീട് പുള്ളിക്കാരൻ അവിടെയാണ് താമസിച്ചത്, വളർന്നതൊക്കെ. അപ്പോൾ അങ്ങനെ സ്പാനിഷ് പൗരത്വം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്പെയിനിന് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ ആള് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ പല ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2015 മലാഗയുടെ യൂത്ത് സെറ്റപ്പിൽ കയറി. അതിനുശേഷം 2021 യുവൻഡസിലേക്ക് പോയി. അതും ഈ പറയുന്ന പോലെ ഒരു യൂത്ത് ട്രാൻസ്ഫർ ആയിരുന്നു. അതിനുശേഷം യുവൻഡസിൽ യൂത്ത് ലെവലിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുവൻഡസ് നെക്സ്റ്റ് ജെൻ എന്ന് പറയുന്ന അവരുടെ റിസർവ് ടീമിൽ കുറേ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ റോമയിലേക്ക് പോയിരുന്നു, ജോസെ മറീഞ്ഞോ അവിടെ മാനേജറായിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അവിടെയും കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ സീസൺ 2024 ബോൺമത്തിലേക്ക് വന്നത്. വളരെ നിസാര ഒരു തുകയ്ക്കാണ് ബോൺമത്തിലേക്ക് വന്നത്. 13 മില്യൺ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ ബോൺമത്തിന് കിട്ടിയ ഒരു സ്റ്റീലാണ് ഹോയ്സൺ. അപ്പോൾ ഹോയ്സൺ വന്നതിന് ശേഷം പിന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോയ്സൻ്റെ പേര് കേൾക്കാറുണ്ട്. ആൾ ഗോളുകളൊക്കെ അടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്ക് എന്നുള്ള നിലയിൽ ക്ലബ് ഫുട്ബോളിലും അതുപോലെ തന്നെ നാഷണൽ ടീമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇനീഗോ മാർട്ടിനസിന് ഇഞ്ചുറി വന്നപ്പോൾ പകരക്കാരനായിട്ടാണ് ആൾ നാഷണൽ ടീമിലേക്ക് വന്നത്. ഇപ്പം നമുക്കറിയാം സ്പാനിഷ് നാഷണൽ ടീമിൽ സെൻറ്റർ ബാക്കുകളുടെ കുറവൊന്നുമില്ല. ഇഷ്ടം പോലെ നല്ല താരങ്ങളുണ്ട്. ലപ്പോർട്ട ഉണ്ട്, നോർമണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സെൻസി ഉണ്ട്, കുബാർസി ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് ഈ ബോൺമത്തിൽ കളിക്കുന്ന ഈ 19 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു പയ്യൻ. അവന് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ടും കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിലെ സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സിൽ ഒരാളായിരുന്നു ഹോയ്സൺ. അപ്പോൾ ഹോയ്സണിൻ്റെ ഒരു പാസ് ഉണ്ടായിരുന്നു എക്സ്ട്രാ ടൈമിൽ യമാലിനുള്ളത്. അതിൽ നിന്നും ഒരു ഗോളൊക്കെ പിറന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കൊരു അസിസ്റ്റും കിട്ടി. അതുപോലെ തന്നെ 116 ടച്ചുകളാണ് ആ മത്സരത്തിൽ എടുത്തത്. ഏറ്റവും കൂടുതൽ ടച്ച് എടുത്ത പ്ലെയർ ഹോയ്സണാണ്. അതുപോലെ 90 പാസുകളും കൊടുത്തു. ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പാസ് കൊടുത്തതും ഹോയ്സനാണ്. പിന്നെ 7 ക്ലിയറൻസ്, 6 ബ്ലോക്കുകൾ, പിന്നെ ഒരു ഡച്ച് താരവും പുള്ളിനെ ഡ്രിബിൾ ചെയ്ത് പോയില്ല എന്നുള്ളതും ആ ഒരു മത്സരത്തിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതാണ്. വെറും 19 വയസ്സുള്ളൊരു താരമാണ് എന്നുള്ളതും പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല മെച്യൂരിറ്റി ഉള്ളൊരു പ്ലെയറാണ്. നമ്മളൊരു 19കാരൻ്റെ കളിയാണെന്ന പോലെയല്ല. ടെക്നിക്കൽ എബിലിറ്റിയും കമ്പോഷറും ഗെയിം റീഡിംഗ് ഒക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് മുമ്പിലേക്ക് പോകുന്നുള്ളതാണ്. ഒത്തിരി ഡ്രൈവിംഗ് റൺസ് നടത്തും ഡിഫൻസിൽ നിന്നും ഫോർവേഡിലേക്ക്. അതുപോലെ തന്നെ പാസുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ വെഴ്സറ്റൈലായിട്ട് പാസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അതിൽ തന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാലുകൊണ്ടും നല്ല മനോഹരമായിട്ട് പാസ് കൊടുക്കും എന്നുള്ളതാണ്. ലൈൻ ബ്രേക്കിംഗ് പാസുകൾ വിത്ത് ബോത്ത് ഫീറ്റ്സ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ആൾ ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സൈസൊക്കെ ഉള്ള 6 അടി 5 ഇഞ്ച് പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും സൈസൊക്കെ ഉള്ള ഒരാളിൽ നിന്നും ഭയങ്കര ഓട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേയേഴ്സിനെ ഓടിപ്പിടിക്കാറുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അടി 5 ഇഞ്ച് പൊക്കം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടവറിങ് ഹെഡറൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നല്ല ഹൈറ്റ് അതൊരു അഡ്വാൻറ്റേജാണ്. ഏരിയൽ അഡ്വാൻറ്റേജ് ശരിക്കും ആൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില പ്ലേയേഴ്സിനെ നമുക്കറിയാം അവർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഏരിയയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഹോയ്സൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ബോളൊക്കെ ഏരിയൽ ബോൾസൊക്കെ വിൻ ചെയ്യുന്നൊരു പ്ലെയറാണെന്നുള്ളതാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പല വലിയ ക്ലബ്ബുകൾക്കും ഹോയ്സണിൽ ഇൻട്രസ്റ്റ് ഉള്ളത്. റയൽ മാഡ്രിഡിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെ പല ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മില്യൺ റിലീസ് ക്ലോസ് ഉണ്ട് എന്നുള്ളതാണ് ബോൺമത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 മില്യൺ റിലീസ് ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു ക്ലബിനും ഈ ഒരു പ്ലെയറിനെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആളിനായിട്ട് ടേംസിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും യുവൻഡസ് ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം അന്ന് തൊട്ടേ ഇവർ വിൽക്കുന്ന സമയം തൊട്ടേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു വലിയൊരു പ്രോസ്പെക്റ്റിനെയാണ് അവർ വിട്ട് കളയുന്നതെന്നുള്ള കാര്യം. ഇപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ച് അവർ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ബോൺമത്തിൽ വേറെയും പ്ലേയേഴ്സിൻ്റെ, ഇപ്പോൾ മിലോസ് കെർക്കസിനെയൊക്കെ ഈ പറയുന്ന പോലെ ലിവർപൂളൊക്കെ ഇൻട്രസ്റ്റ് ഇട്ടിട്ടുള്ളൊരു പ്ലെയറാണ്. ഇപ്പോൾ മിക്കവാറും അടുത്ത സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ പല പ്ലേയേഴ്സും ബോൺമത്ത് വിട്ട് പോകും എന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.